KGMOയെ നിരന്തരമായി ഉന്നയിച്ചു വരുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. 2010 സ്പെഷ്യാലിറ്റി കേഡർ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അന്നു മുതൽ ഇന്നേ വരെ കുറച്ച് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകൾ കൂടിയിട്ടുണ്ട് എങ്കിൽ കൂടിയും സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണത്തിലുള്ള ഒരു വലിയ കുറവ് നിരന്തരമായി സംഘടന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 15 വർഷത്തോളമായി 2010 സ്പെഷ്യാലിറ്റി കേഡർ തുടങ്ങിയത്. അന്നു മുതൽ ഇതുവരെയും ഒരു കേഡർ സിസ്റ്റം റിവ്യൂ ചെയ്യാനോ അതുപോലെ തന്നെ കൃത്യമായ അവലോകനത്തിന് ശേഷം ഏതൊക്കെ സ്പെഷ്യാലിറ്റികളാണ് കുറവുള്ളത് അതിനനുസൃതമായി കൂടുതൽ പോസ്റ്റുകൾ സൃഷ്ടിക്കാനോ ഒന്നും സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് ഖേദകരമാണ്. അതോടൊപ്പം തന്നെ നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു കാര്യമാണ് ഫോറൻസിക് മെഡിസിൻ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ പ്രധാന ആശുപത്രികളിലെല്ലാം ഉണ്ടാവണം എന്നുള്ളത്. കാരണം ഒരു ഓട്ടോപ്സി പോയിന്റ് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഡോക്ടർ, ഒരു സംശയം, അതായത് പലപ്പോഴും ആരോഗ്യ കേരള നമ്പർ 1 ആണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യം അതാണല്ലോ ഏറ്റവും പ്രധാനമായും വേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ മരുന്നുകളുടെ ക്ഷാമത്തിൽ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ ഈ സമരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു രൂക്ഷമായൊരു സാഹചര്യം, ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് പോവുകയാണോ ആരോഗ്യ കേരളം? നമ്മൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് നിരവധി നേട്ടങ്ങൾ കേരളം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ തീർച്ചയായും ആ നേട്ടങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായും ഈ ഓഡിറ്റ് CAG മുന്നോട്ട് വെച്ച ഈ ഓഡിറ്റ് എന്നുള്ളത് കൃത്യമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സംഘടന നിരന്തരമായി നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന കുറെ ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി കേഡർ, അതുപോലെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് 2 ജില്ലകളിൽ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ വളരെയധികം അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ആണ് എന്ന് CAG പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അതുപോലെയുള്ള കാസർഗോഡ്, വയനാട്, ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ ഡോക്ടർമാരുടെ കുറവ്, ഇതെല്ലാം തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട, പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന തരത്തിൽ ആർദ്രം മിഷൻ നടപ്പിലാക്കപ്പെട്ടുവെങ്കിലും മാനവ വിഭവശേഷിയുടെ കാര്യത്തിലാണെങ്കിലും നേരത്തെ ഇപ്പോൾ 7 വർഷത്തോളം പൂർത്തിയാകുന്നു ആർദ്രം തുടങ്ങിയിട്ട്. എങ്കിലും അതിലും നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഒരു സമയബന്ധിതമായിട്ടുള്ള അവലോകനങ്ങളോ അതുപോലെ തിരുത്തലുകളോ ഒന്നും നടന്നിട്ടില്ല. പലയിടങ്ങളിലും ഉച്ചതിരിഞ്ഞുള്ള OPകളിൽ വളരെ കുറവാണ് രോഗികളുടെ എണ്ണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അത്തരം അത്തരം ഡോക്ടർമാരുടെ തസ്തികകൾ നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് അവ കൂടുതൽ ആവശ്യമുള്ള സ്ഥാപനങ്ങളിലേക്ക് അവ മാറ്റി കൊടുക്കുവാനുള്ള നടപടികളും ഉണ്ടാവേണ്ടതാണ്. ഡോക്ടർ, മറ്റൊരു പ്രധാന പ്രശ്നം ഈ ആരോഗ്യ മേഖലയിലെ ആളുകൾ നേരിടുന്ന അക്രമങ്ങളാണ്. അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ ഈ അടുത്ത ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു സേഫ്റ്റി, തൊഴിലിടങ്ങളിലെ സുരക്ഷ എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എന്താ പറയുക, ഒരു റിസ്ക് എലമെൻ്റ് കൂടി ആവുകയാണിപ്പോൾ. അത് ഇതിനൊരു ഘടകമായി മാറുന്നുണ്ടോ? കേരളത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു വൈമുഖ്യം അതിന് കാണുന്നുണ്ടോ? ആശുപത്രി ആക്രമണങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാനവ വിഭവശേഷിയിലുള്ള കുറവ് തന്നെയാണ്. കാരണം ഒരു ഡോക്ടർ വർഷങ്ങളേറെ എടുത്ത് പഠിച്ച് പാസ്സായി തന്റെ അറിവും വൈദഗ്ധ്യവും രോഗനിർണയത്തിന് വേണ്ടി ചെലവഴിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ, തിരക്കുള്ള സർക്കാർ ആശുപത്രിയിൽ വരുന്ന ഒരു രോഗിക്ക് വേണ്ടി ഒരു ഡോക്ടർക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് സത്യത്തിൽ അയാളുടെ രോഗചരിത്രം ആരായാനും പരിശോധിക്കാനും അതുപോലെ മരുന്ന് എഴുതാനും എല്ലാം കൂടി ലഭിക്കുന്നത് കേവലം 2-3 മിനിറ്റുകൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ രോഗി അനുപാതം എന്നുള്ളത് കൃത്യമായി നിർവചിക്കപ്പെടുകയും അതുപോലെ തന്നെ CAG ഓഡിറ്റിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ IPHS അനുശാസിക്കുന്ന തരത്തിൽ ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര രോഗികളെ നോക്കണം, പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങളും കൃത്യമായി നിർവചിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് രോഗികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ നോക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ വരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് രോഗികളെ നോക്കേണ്ടി വരും. തീർച്ചയായും അത് രോഗികളിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അതും ആശുപത്രി ആക്രമണങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട് എന്നുള്ള അതിന്റെ ഒരു പ്രധാന കാരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.